പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടരുകയാണ്. പലതരത്തിലുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാർലമെന്റ് ദിവസവും സ്തംഭിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുന്നത്. ശനി ഞായർ അവധികൾക്കൊക്കെ ശേഷം ഇന്നിപ്പോൾ വീണ്ടും പാർലമെന്റ് ചേരുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിലെ പാർലമെന്റിലെ ചർച്ചയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ലോക്സഭയിലാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചർച്ചയ്ക്ക് തുടക്കമിടുക. രാജ്യസഭയിൽ നാളെയാണ് ചർച്ച. പ്രതിപക്ഷത്തിന്റെ ആവശ്യപ്രകാരമാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറായത്. തൗഫീഖ് അസ്ലം ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. തൗഫീഖ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ പ്രതിപക്ഷത്തിന്റെ ഒരു ദീർഘകാല ആവശ്യമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കണമെന്നത്. അതിൽ ഡൊണാൾഡ് ട്രംപിന്റെ വിവാദ പ്രസ്താവനയടക്കം ഉൾപ്പെടും. ഇതെല്ലാ കാര്യങ്ങളിലും ഒരു വിശദീകരണം വേണമെന്നുള്ള ആവശ്യം ഇന്ന് ലോക്സഭയെ പ്രക്ഷുബ്ധമാക്കാനാണ് സാധ്യതയല്ലേ? ജിൽസി, ഗുഡ് മോർണിംഗ്. ജിൽസി സൂചിപ്പിച്ചതുപോലെ ലോക്സഭയിൽ ഇന്നും വലിയ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. കാരണം പ്രതിപക്ഷം നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഈ ചർച്ചയിൽ നിന്നും പ്രതിപക്ഷം പ്രതീക്ഷിക്കുന്നത്. 16 മണിക്കൂറാണ് ഈ ചർച്ചയ്ക്ക് സമയം കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്നൊരു പക്ഷേ രാത്രി വരെ ഈ ചർച്ച നീളാനുള്ള സാധ്യതയുണ്ടെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് സഭയിൽ എത്തുകയും ചെയ്യും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആയിരിക്കും ഈ ചർച്ചയ്ക്ക് തുടക്കമിടുക. 11:30 ഈ ചർച്ച ആരംഭിക്കുക. 11 മണിക്ക് സഭാ നടപടികൾ ആരംഭിക്കും. ആദ്യ ഒരു അരമണിക്കൂർ സഭാ നടപടികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും മുന്നോട്ട് പോവുക. അതിനുശേഷമായിരിക്കും ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിലേക്ക് ലോക്സഭ കടക്കുക. വിശദമായിട്ടുള്ള ഒരു ചർച്ചയായിരിക്കും മുന്നോട്ട് പോവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും ഈ ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാനായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടു എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ചർച്ചയായതും പ്രതിപക്ഷം വലിയ പ്രതിഷേധവുമായി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു കാര്യം. ഒരു മൂന്നാം കക്ഷി മറ്റൊരു രാജ്യം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആ ഒരു സംഘർഷം അവസാനിപ്പിക്കാനായിട്ട് ഇടപെട്ടു എന്നുള്ളതിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു ധാരണ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു വിശദീകരണം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൊണ്ട് ഉണ്ടാകണമെന്നാണ് നിരന്തരമായി പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. എന്നാൽ ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് കൊണ്ട് അത്തരമൊരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ ആ സമയത്ത് തന്നെ പല കോണുകളിൽ നിന്നും വ്യക്തമാക്കിയിരുന്നു. എന്നിട്ട് പോലും ട്രംപ് തന്റെ പ്രസ്താവനയിൽ നിന്നും ഒരു തരി പോലും പിന്നോട്ട് പോയിരുന്നില്ല. അതുകൊണ്ട് ഇതിൽ സഭക്കകത്ത് കേന്ദ്ര സർക്കാർ ഒരു കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഈ ആവശ്യം സഭ തുടങ്ങിയ സമയം മുതൽ തന്നെ വലിയ പ്രതിഷേധമൊക്കെ ഉയർത്തുകയും ചെയ്തിരുന്നു. പിന്നീടാണ് കേന്ദ്ര സർക്കാർ ചർച്ച നടത്താം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയും അതിന് 16 മണിക്കൂർ അതിനുവേണ്ടി നിശ്ചയിക്കുകയുമായിരുന്നു. ആ പ്രതിപക്ഷത്തു നിന്നും വലിയ രീതിയിലുള്ള മുതിർന്ന നേതാക്കളായിരിക്കും, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെയും മറ്റു പാർട്ടികളുടെയും എല്ലാം മുതിർന്ന നേതാക്കളായിരിക്കും ഈ ചർച്ചയിൽ പങ്കെടുക്കുക എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. അതേസമയം ശശി തരൂരിന്റെ പേര് ഈ ലിസ്റ്റിൽ ഇല്ല എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. ശശി തരൂർ കേന്ദ്രത്തിന്റെ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായി വിവിധ രാജ്യങ്ങളിലെല്ലാം യാത്ര നടത്തി ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടികൾ വിവിധ ലോകരാജ്യങ്ങളെ അറിയിച്ച ഒരു വ്യക്തിയാണ്. എന്നാൽ പിന്നീട് ശശി തരൂർ BJP-യുമായൊക്കെ അടുക്കുന്നു എന്നുള്ളൊരു അഭ്യൂഹങ്ങൾക്കിടയിലാണ് ഈ ചർച്ചകൾ കൂടി വരുന്നത്. അതുകൊണ്ട് ശശി തരൂരിന്റെ ലിസ്റ്റ് കോൺഗ്രസ് ആ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് പ്രതിപക്ഷ നേതാക്കൾ എല്ലാവരും ഈ ചർച്ചയുടെ ഭാഗമാവുകയും ചെയ്യും. എന്തായാലും സഭക്കകത്ത് വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രതിപക്ഷം ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒരു മറുപടി കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് കൊണ്ടുണ്ടായില്ലെങ്കിൽ ഒരു പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം മറ്റു വിഷയങ്ങൾ കൂടി ഇന്ന് ആ സഭയിൽ ഉയർത്താനുള്ളൊരു തയ്യാറെടുപ്പ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുകൊണ്ടുണ്ട്. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട രാവിലെ 10 മണിക്ക് ശേഷം പാർലമെന്റ് കവാടത്തിന് മുന്നിൽ പ്രതിഷേധിക്കും. അതോടൊപ്പം തന്നെ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്കെതിരായ ആ നടപടിയിൽ ഇന്ന് രാജ്യസഭയിലും ലോക്സഭയിലും എല്ലാം MP-മാർ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് കൂടി MP-മാർ ആവശ്യപ്പെടുന്നുണ്ട്. ശരി.